നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്പയാർ മഹാത്മാ ക്ലബ്ബ് ലൈബ്രറിയിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. താന്യം പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ശ്രീകേഷ് എസ് ചന്ദ്രന്റെ വാർഡുതല സേവന കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചു. വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. വാർത്തകൾ വിശദമായി. തൃപ്പയാർ മഹാത്മാ ക്ലബ്ബ് ലൈബ്രറിയിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. ക്ലബ്ബ് പ്രസിഡന്റ് ഇ ബാലഗോപാലൻ അധ്യക്ഷനായി. PS പ്രസീദ് പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി. 41 ഗ്രാമപഞ്ചായത്ത് ഉണ്ട് കേരളത്തിൽ. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാരെ മൊത്തം എടുത്തു കഴിഞ്ഞാൽ പീതാംബരേട്ടൻ മാത്രമായിരിക്കും വ്യത്യസ്തനായിരിക്കുന്നത്. ബാക്കി എല്ലാവരും എന്തായിരിക്കും, അവരുടെ തലമുടിയൊക്കെ കറുപ്പിച്ച് അവരെ ഇത്രയും സുതാര്യനായിട്ടുള്ള ആ ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയാണ്. എനിക്ക് ജനങ്ങളിൽ നിന്നൊന്നും തന്നെ മറയ്ക്കാനില്ല എന്നുള്ളൊരു സുതാര്യതയോടുകൂടി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ നമ്മൾ വളരെ വിദഗ്ധമായിട്ടൊരു കാര്യം മുമ്പ് കണ്ടിട്ടുണ്ട്. ഒരു നാടകത്തിൻ്റെ അരങ്ങിൽ അദ്ദേഹം ജീവിക്കുകയായിരുന്നു. എനിക്ക് പീതാംബരേട്ടനെ കുറിച്ച് മുമ്പേ തന്നെ അറിയാം, പക്ഷേ ഇങ്ങനത്തെ ഒരു കലാകാരൻ കൂടി ഉണ്ടെന്നുള്ളത്. അപ്പോൾ സർവകലാ സമ്പന്നനാണ്. അതോടൊപ്പം തന്നെ ഈ ലൈബ്രറിക്ക് മുൻപൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നുകൊണ്ട്, ഈ ലൈബ്രറി ഇരിക്കുന്ന സ്ഥാനത്ത് മുൻപൊരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ഞാൻ ബിന്ദുടീച്ചറുടെ കൂടെ ഉള്ള കാലത്ത്. അതുകൂടാതെ പിന്നെ ഒരു വലിയ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ ലൈബ്രറി ഇരിക്കുന്ന സ്ഥലത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കൂടി കിട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പീതാംബരേട്ടനെ. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് NA പീതാംബരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MV സുരേഷ്, 16ാം വാർഡ് മെമ്പർ ഷാനിബ നൌഷിൽ, 17ാം വാർഡ് മെമ്പർ മിനി ചന്ദ്രൻ, 18ാം വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രൻ, ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വിനോദ് നടുവത്തേരി, M സതീദേവി, C പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു. ഈ അമ്പലക്കടവ് റോഡ് ശരിക്കും പറഞ്ഞാൽ അത് പഞ്ചായത്തിൻ്റെ ആസ്തിപ്പെട്ടതല്ല. തൃപ്പയാർ ദേവസ്വത്തിൻ്റെ അധീനതയിൽപ്പെട്ടതാണ്. പക്ഷേ നമുക്ക് ഈ വർഷം 2025 ഒരു അനുവാദപത്രം കൊച്ചിൻ ദേവസ്വം ബോർഡ് തന്നിട്ടുണ്ട്. റോഡ് പണി ചെയ്യാൻ മാത്രമല്ല. അതുപോലെ തന്നെ തൃപ്പയാർ കിഴക്കേ താന്യം പഞ്ചായത്തിൻ്റെ പരിസരത്തെ വെള്ളക്കെട്ട് പ്രശ്നം തന്നെയാണ്. അത് കുറച്ചും കൂടി ആധുനികമായി പരിഷ്കരിച്ചുകൊണ്ട് റോഡിൻ്റെ ഉയരമൊക്കെ കൂട്ടി കാനയൊക്കെ സംവിധാനം നന്നായി ചെയ്ത് അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാം. അതുപോലെ തന്നെ എരവളം എന്ന് പറഞ്ഞാൽ താന്യം പഞ്ചായത്തിൻ്റെ ആസ്തിപ്പെട്ടത് തന്നെയാണ്. എൻ്റെയൊക്കെ ആദ്യത്തെ ധാരണ അത് ദേവസ്വം ബോർഡിൻ്റെ ആയിരുന്നു എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഞാൻ പഞ്ചായത്ത് മെമ്പറായതിനു ശേഷം പരിശോധിച്ചിട്ട് അത് താന്യം ഗ്രാമപഞ്ചായത്തിന് ആസ്തിപ്പെട്ടതാണ്. പഞ്ചായത്ത് വികസന പ്രവർത്തനം ചെയ്യാവുന്ന ഒരു കുളം കൂടിയാണ്. പക്ഷേ അത് വികസനം ഞാൻ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ ഏകദേശം 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ വേണ്ടി വരും ചെയ്യണമെങ്കിൽ. 50 ലക്ഷം ഏറ്റവും ചുരുങ്ങിയത് നന്നായി നല്ല എല്ലാ ഭാഗത്തും ഭംഗിയായി ചെയ്യണമെങ്കിൽ 1 കോടി രൂപ വേണ്ടി വരും. നമ്മളതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഞാനിപ്പോൾ നാളെ ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അതിനുവേണ്ടിയുള്ള പരിശ്രമം ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. താന്യം പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രന്റെ വാർഡുതല സേവന കാര്യാലയം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. താന്യം പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ശ്രീകേഷ് S ചന്ദ്രന്റെ വാർഡുതല സേവന കാര്യാലയം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിക മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണപ്രസാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭാരവാഹികളായ EP ഹരീഷ്, EP ജാൻസി, സംസ്ഥാന കൗൺസിൽ അംഗം AK ചന്ദ്രശേഖരൻ, PR സിദ്ധൻ, TG രതീഷ്, NS സുണ്ണിമോൻ, നിഷ പ്രവീൺ, സുനിൽ പാറമ്പിൽ, ഉണ്ണി കാരയിൽ, കവിത ഷൺമുഖൻ, CR രാധിക, P കൃഷ്ണനുണ്ണി, AP സച്ചിദാനന്ദൻ, ജയശങ്കർ എന്നിവർ സംസാരിച്ചു. വലപ്പാട് തിരുവഴഞ്ചേരി ഭഗവതി ക്ഷേത്രത്തിൽ തോൽപ്പാവക്കൂത്ത് അരങ്ങേറി. ക്ഷേത്രത്തിലെ അശ്വതി ഭരണിവേല മഹോത്സവത്തോടനുബന്ധിച്ച് കൂനത്തറ വിശ്വനാഥ പുലവരും സംഘവും അവതരിപ്പിച്ച തോൽപ്പാവക്കൂത്ത് അരങ്ങേറിയത്. ജനുവരി 26-നാണ് അശ്വതിവേല മഹോത്സവം.
ആശങ്ക വന്നു പെട്ടത് മനസ്സ്. ഞാൻ നോക്കുന്ന സമയം രാവണപുത്രൻ ഇന്ദ്രിയത്തല്ലയോ പോരിന്റെ വരുന്നത്. ഈ സൈന്യങ്ങളെ അടിച്ചു നിഗ്രഹം ചെയ്യാം. തളിക്കുളം എരണേഴുത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് ആറാട്ടോടെ സമാപനമായി. രാവിലെ നമ്പിക്കടവ് ബീച്ചിൽ ആറാട്ട് നടന്നു. തുടർന്ന് തിരിച്ചെഴുന്നള്ളത്ത്, കൊടിയിറക്കൽ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പ്രകാശൻ തന്ത്രി, ക്ഷേത്ര മേൽശാന്തി ധനേഷ് ശാന്തി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് പ്രിൻസ് മദൻ, സെക്രട്ടറി EB ഗുണശീലൻ, വൈസ് പ്രസിഡന്റ് EVN പ്രേമദാസ്, ജോയിന്റ് സെക്രട്ടറി സ്മിത്ത് EV S, ട്രഷറർ ഷൈജു ES എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തകൾ തുടരുന്നു. തളികുളം പുതിയങ്ങാടി മോഡൽ പ്രീ പ്രൈമറി സ്കൂളിൽ ആനുവൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് സ്പോർട്സ് മീറ്റ് കമ്മീഷണർ ബിന്ദു വലിയപറമ്പിൽ സ്പോർട്സ് മീറ്റ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ PS സൈനുദ്ദീൻ അധ്യക്ഷനായി. സീനിയർ അസിസ്റ്റന്റ് ഫായിസ, കായികാധ്യാപകൻ, മറ്റ് അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. വിജയികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ 128ാമത് തിരുനാളിന് കൊടിയേറി. മേഘങ്ങളെ വാഹനമാക്കി കാറ്റിൻ്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങയുടെ മഹത്വത്തിനും വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പതാക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശീർവദിക്കണമേ. ബുധനാഴ്ച വൈകിട്ട് തിരുനാൾ കൊടികയറ്റം, ലതീഞ്ഞ നൊവേന, വിശുദ്ധ കുർബാന എന്നിവ നടത്തി. കണ്ടശാങ്കടവ് ഫൊറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ കാർമ്മികനായി. ജനുവരി 28 വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന ദീപാലങ്കാരം, സ്വിച്ച് ഓൺ കർമ്മം വാടനപ്പള്ളി SHO ഇൻസ്പെക്ടർ NB ഷൈജു നിർവഹിക്കും. ജനുവരി 29 വ്യാഴാഴ്ച രാവിലെ ലതീഞ്ഞ് നൊവേന, വിശുദ്ധ കുർബാന, പ്രസുദേന്തി വാഴ്ച എന്നിവ നടത്തും. ഫാദർ ജോയ് മാലിയേക്കൽ കാർമ്മികനാകും. തിരുനാൾ ദിവസമായ ജനുവരി 30 രാവിലെ 10 മണിക്ക് നടത്തുന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികനാകും. ഫാദർ ജോസഫ് ബ്രഹ്മകുളം തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 നടത്തുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡോക്ടർ സേവ്യർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് കാർമ്മികത്വം വഹിക്കും. രാത്രി 7 മണിക്ക് കൊച്ചിൻ കലാഭവൻ അവതരിപ്പിക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേളയും ഉണ്ടായിരിക്കും. ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഏബിൾ ചിറമ്മൽ, ജനറൽ കൺവീനർ ആന്റണി പെരുമാടൻ, കൈക്കാരന്മാരായ ജോസഫ് പള്ളിക്കുന്നത്ത്, PTJ ഫ്രാൻസിസ്, KA ഫ്രെഡി എന്നിവർ നേതൃത്വം നൽകി. കുണ്ടലിയൂർ ശാർക്കര പണിക്കശ്ശേരി കളരി ക്ഷേത്രത്തിലെ കളം തോറ്റം പ്രതിഷ്ഠാദിന ചടങ്ങുകൾ ഭക്തി നിർഭരമായി. ചൊവ്വാഴ്ച രാവിലെ പരിവാര പൂജ, ദൈവത്തിന് കളം, മുത്തപ്പന് കളം, വീരഭദ്ര സ്വാമിക്ക് കളം, തുടർന്ന് കരിങ്കുട്ടിക്ക് കളം എന്നിവ ഉണ്ടായി. വൈകിട്ട് 5 മണിക്ക് കുലദൈവങ്ങൾക്ക് പറന്നിറക്കൽ, ദീപാരാധനയ്ക്ക് ശേഷം ശുദ്ധിക്രിയ, ഭഗവത് സേവ, അത്താഴ പൂജ എന്നിവ നടത്തി. തുടർന്ന് കുടുംബാംഗങ്ങളുടെ തിരുവാതിരകളിയും കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു.
ബുധനാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, വിശേഷാൽ പൂജ, തുടർന്ന് സർപ്പങ്ങൾക്ക് പാലും നൂറും അമൃതഭോജനം എന്നിവയും നടത്തി. വൈകിട്ട് ദേവിക തോറ്റം, പറനിറയ്ക്കൽ, ദീപാരാധനയ്ക്ക് ശേഷം ദേവി ക്ഷേത്രസന്നിധിയിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, ദേവിക്ക് പൂജ, തായമ്പക, തോറ്റമ്പാട്ട എഴുന്നള്ളിപ്പ്, ഗുരുതി, പാടി കുടിയിരുത്തൽ എന്നിവയും ഉണ്ടായിരുന്നു. കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് പി ഷൺമുഖൻ, സെക്രട്ടറി PA ഹരിലാൽ, ട്രഷറർ മോഹൻ റോയ്, PS പ്രസാദ്, PS രാജൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃപ്പയാർ മഹാത്മാ ക്ലബ്ബ് ലൈബ്രറിയിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി. താന്യം പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ ശ്രീകേഷ് എസ് ചന്ദ്രന്റെ വാർഡുതല സേവന കാര്യാലയം പ്രവർത്തനം ആരംഭിച്ചു. വടനപ്പള്ളി സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന് കൊടിയേറി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.